കോമ്പിനേഷൻ ഓൾറെഡി മാളിപ്പുറ കണ്ടാണല്ലോ. അപ്പോൾ പിന്നെ ഇതിലും മസ്റ്റ് വാച്ച് മൂവി, ഫാമിലി ക്രൗഡിന് പറ്റിയ മൂവി. ഹിന്ദു അതായത് ആര്യൻ ദൈവങ്ങളല്ലാതെ നമ്മുടെ ഈ ചാത്തൻ മാടൻ മർദ ആ ദൈവങ്ങളുടെ ഒരു കൺസെപ്റ്റിൽ വന്ന പടമാണ്. ഇറ്റ്സ് ഹൊറർ ആണ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി പ്രെറ്റി ടു വാച്ച് ആക്ച്വലി. ഇല്ല എല്ലാവരും നല്ല അഭിനയമായിരുന്നു, കൊള്ളായിരുന്നു. അത്യാവശ്യം വലിയ പടങ്ങളുടെയൊക്കെ ഒരു ഒഴുക്കൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഒരു സാമാന്യം കുഴപ്പമില്ലാത്തൊരു വിജയം കിട്ടും പടത്തിന്. അങ്ങനെ ദേവനന്ദ, സൈജീവ് കുറുപ്പ്, നിരഞ്ജ് മരങ്ങൾ രാജു എന്നിവ പ്രധാനമായിട്ട് വരുന്ന ഗു എന്ന് റിലീസാണ്. സിനിമയോടൊന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. വളരെ നല്ലതായിരുന്നു. എനിക്ക് കുട്ടിയുടെ അഭിനയം ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൂവി കൊള്ളാം. എത്രയും പറയാനുണ്ടോ? കണ്ടിരിക്കാം, കുഴപ്പമില്ല. കൊള്ളായിരുന്നു. എടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ടതായിട്ട്? ഇല്ല എല്ലാവരും നല്ല അഭിനയമായിരുന്നു, കൊള്ളായിരുന്നു. കൊള്ളാം, പടം കൊള്ളാം, അടിപൊളി പടം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കൊള്ളാം, അടിപൊളി. ഹൊറർ ആ ടൈപ്പാണോ പോകുന്നത് പടം? ഹൊറർ ടൈപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൊററുണ്ട്, പിന്നെ സസ്പെൻസ് ത്രില്ലറാണ് ഫുള്ള്. ട്രെയിലറൊക്കെ നല്ലൊരു രസമുണ്ടല്ലോ, കാന്താര അങ്ങനെയൊക്കെ. ആ ഒരു ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. കൊള്ളാം, സൂപ്പർ പടം. നല്ല പടം, നല്ല ആംബിയൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓക്കെയാണ്. സൗണ്ട് എഫക്റ്റ് ഒക്കെ സൂപ്പറാണ്. നല്ല സിനിമ, മസ്റ്റ് വാച്ച് മൂവി, ഫാമിലി ക്രൗഡിന് പറ്റിയ മൂവി. കുഴപ്പമില്ല, കൊള്ളാം. ക്യാമറ മ്യൂസിക് രസമുണ്ട്, ക്യാമറ ഫ്രെയിംസ് ഒക്കെ രസമുണ്ട്, പിന്നെ മ്യൂസിക്കും കുഴപ്പമില്ല, കൊള്ളാം, കാണാൻ എന്തായാലും. ടെക്നിക്കലി ഹിന്ദു അതായത് ആര്യൻ ദൈവങ്ങളല്ലാതെ നമ്മുടെ ഈ ചാത്തൻ മാടൻ മർദ ആ ദൈവങ്ങളുടെ ഒരു കൺസെപ്റ്റിൽ വന്ന പടമാണ്. ഇറ്റ്സ് ഗുഡ്. പിന്നെ നോർത്തേൺ കേരളയിൽ കുറച്ചുകൂടെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും സദേൺ കേരളയിലുള്ള കൺസെപ്റ്റ്. പക്ഷേ ഇറ്റ്സ് ഗുഡ്. മ്യൂസിക്, ഗ്രാഫിക്സ്, സ്റ്റോറി, പിന്നെ വെക്കേഷൻ വൈസ് കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല സിനിമയാണ്, ഫാമിലി ക്രൗഡിന് പറ്റിയൊരു നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഹൊറർ ആണ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി പ്രെറ്റി ടു വാച്ച് ആക്ച്വലി. കുറച്ച് നല്ല ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ്. ക്യാമറമാൻ ഭയങ്കര നല്ലൊരു പെർസെപ്ഷൻ ആയിരുന്നു, കൊള്ളായിരുന്നു. ഫാമിലി ആയിട്ട് ഇറങ്ങാൻ സെയിം ലൈക്ക് പിള്ളേർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. ക്യാമറ ആൻഡ് ഡയറക്ഷൻ എസ്പെഷ്യലി നല്ല സൂപ്പറായിട്ടുണ്ട്. വളരെ കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു പടം കാണുന്നത്. നല്ല എൻഗേജിങ് ആയിട്ട് പോയി. നല്ല സിനിമയാണ്, ഹൊറർ ടച്ചുള്ള സിനിമയാണ്. നമ്മളെ ഈ പിന്നെ തറവാട് വിശ്വാസം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കുറേ ആയി ഇങ്ങനൊരു സിനിമ ഈ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ട്. അല്ല കാന്താരയൊന്നുമല്ല, അങ്ങനെയല്ല. നമ്മൾ തെയ്യമാണ്, ഒരു ഗുളികൻ്റെ കോൺസെപ്റ്റൊക്കെയാണ്. ലാസ്റ്റ് ഗുളികൻ തെയ്യമൊക്കെ ഉള്ള പരിപാടിയൊക്കെയാണ്. പക്ഷെ നല്ല രസമാണ്, എൻഗേജിങ് ആയി കണ്ടിരിക്കാൻ പറ്റും. എനിക്ക് നല്ല പടമായിരുന്നു, നല്ല മൂവിയായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, പിള്ളേർക്കെല്ലാം കാണാൻ കൊള്ളാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പഴയ ഒരു കാലഘട്ടത്തിൽ ഈ അന്ധവിശ്വാസമൊക്കെ പേടിക്കേണ്ടതില്ല. കുട്ടികൾക്ക് തന്നെ അത് മീൻസ് അതിനെതിരെ ശബ്ദം വരുത്താൻ പറ്റുന്നൊരു തിങ്കിങ് ഒക്കെ ആ മൂവിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഭയപ്പെട്ട് പിറകിലോട്ട് മാറാതെ മുന്നോട്ട് വരുന്നൊരു തീമായിട്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ നല്ല ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടണം. കുഴപ്പമില്ല. ആക്ച്വലി നമുക്കിപ്പോൾ മലയാളത്തിൽ ഈ ഒരു പാറ്റേണിലുള്ളൊരു ഹൊറർ പടങ്ങളൊന്നും അധികം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാം. ഹൊറർ മാത്രമല്ല, കുറച്ച് കോമഡി എലമെൻസും ഉണ്ട്. പിന്നെ മൊത്തം എന്താ പറയുക, ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും സ്കോർ ചെയ്തേക്കുന്നത് ദേവനന്ദ തന്നെയാണ്. ദേവനന്ദയും പിന്നെ ശങ്കരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു കുഞ്ഞുകുട്ടി ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമാണ് സ്കോർ ചെയ്തേക്കുന്നത്. ഒരുപാട് സീൻസ് ഉണ്ട്, അവർക്ക് പെർഫോം ചെയ്യാൻ ഒരുപാടുണ്ട്. ആക്ച്വലി ദേവനന്ദയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്നും ഇത്രയും ഒരു പെർഫോമൻസ് വാവ് ഫാക്ടർ ഒക്കെ ഉണ്ട് പടത്തിൽ. അപ്പോൾ അങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. നമുക്ക് എന്താ പറയുക, സാമാന്യ ഒരു ഡീസൻറ്റ് മൂവി എന്ന് പറയാം. ഒരു ഹൊറർ ആ ടൈപ്പ് തന്നെ പടം ഹൊറർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, ഇതിൻ്റെ BGM ഒക്കെ അത്യാവശ്യം നമുക്ക് നല്ല ഹൊറർ എഫക്റ്റ് തരുന്നുണ്ട്. പിന്നെ കുറച്ച് കോമഡി എലമെൻസും ഉണ്ട്. ടിപ്പിക്കൽ ഹൊറർ മാത്രമെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഫണ്ണി എലമെൻസും കൂടെ ഉള്ളൊരു പടമാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഓവറോൾ കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ അത്യാവശ്യം വലിയ പടങ്ങളുടെയൊക്കെ ഒരു ഒഴുക്കൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഒരു സാമാന്യം കുഴപ്പമില്ലാത്തൊരു വിജയം കിട്ടും പടത്തിന്. മൂവി നന്നായിരുന്നു. എടുത്തു പറയാനുള്ളത് നമ്മളുടെ ഏറ്റവും എടുത്തു പറയേണ്ടിയിരിക്കുന്നത് അതിൻ്റെ ക്യാമറയും സൗണ്ട് എഫക്റ്റുമാണ്. നമ്മുടെ ഗുളികൻ എന്നുള്ള കഥാപാത്രത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ട് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നന്നായിരുന്നു. നല്ല ഫിലിമായിരുന്നു, നല്ല ഇഷ്ടമായി. പിന്നെ ഈ ഇടക്കാലങ്ങളിൽ കണ്ടതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പേ അത് റിലീസായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നു. കാരണം കുട്ടികൾക്കൊക്കെ വരാനായിട്ട്, കാരണം കുറേ കുട്ടികളുണ്ടല്ലോ. കുട്ടികളുടെ ഇത്രയും കുട്ടികളുള്ള ഒരു ഫിലിം ഈ അടുത്ത കാലത്തൊന്നും വന്നില്ല. പിന്നെ പറയേണ്ടത് ഫോട്ടോഗ്രാഫി, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ അതിൻ്റെ ശബ്ദ നിയന്ത്രണമൊക്കെ ഭയങ്കര രസമായിരുന്നു. പൊതുവേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നിമിഷം പോലും ലാഗ് ചെയ്തിട്ടില്ല. അടിപൊളി ഫിലിം, വളരെ നല്ല സിനിമയാണ്. ശരിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അതിൻ്റെ ഓരോ സീൻ ബൈ സീനായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ഇങ്ങനെ കണ്ണെടുക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. ആ കഥകളിൽ അത്ര നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. ഒരു പുതിയ സംവിധായകനാണിത് എന്നുള്ളത് സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഭയങ്കര നന്നായിട്ടുണ്ട്. നല്ല പടമാണ്. മണിമ്പിള രാജുവിൻ്റെ മോൻ നൈസായിട്ട് നിരഞ്ജൻ ഒരു അത്യാവശ്യം കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു കോമഡി ജോണറിൽ നൈസായിട്ട് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. പിന്നെ പടം കൊള്ളാം, ഓരോ കൊള്ളാം. അവർ കോമ്പിനേഷൻ ഓൾറെഡി മാളിപ്പുറം കണ്ടാണല്ലോ, അപ്പോൾ പിന്നെ ഇതിലും അത് പ്രത്യേകിച്ചൊന്നുമില്ല. അടിപൊളിയായിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട്.